ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. വയനാട്ടിൽ മാത്രം എത്രയെത്ര കോൺഗ്രസ്സുകാരാണ് ആത്മഹത്യ ചെയ്തത്? കോൺഗ്രസ്സുകാരുടെ ജീവനെടുക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കുടിപ്പകയും ചതിയുമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ആത്മഹത്യയിലേക്ക് ആളുകളെ തള്ളിയിടുന്ന ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുകയാണ് നേതൃത്വം. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ്സുകാരനായ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടമാണ് ഒടുവിലത്തെ ഇര. തങ്കച്ചൻ എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണത്തിൽ ഉൾപ്പെട്ട മെമ്പർ ജോസാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി കടക്കാരനായി മാറി ഒടുവിൽ മകനൊപ്പം ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയൻ്റെ കുടുംബത്തോട് KPCC നേതൃത്വം കാട്ടുന്നത് വലിയ ചതിയാണ്. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാമെന്ന ഉറപ്പും ധാരണയും തുടർച്ചയായി ലംഘിക്കുന്നു. IC ബാലകൃഷ്ണൻ MLA പ്രതിയായതോടെ വിജയൻ്റെ കുടുംബത്തോട് നേതാക്കൾ പകയോടെ പെരുമാറുന്നു. പുൽപ്പള്ളിയിലെ രാജേന്ദ്രൻ്റെ ആത്മഹത്യ, മാനന്തവാടിയിലെ PV ജോണിൻ്റെ ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്നു കോൺഗ്രസ്സുകാർക്ക്. കാരണക്കാർ ജില്ലയിലെ പ്രമുഖ നേതാക്കളാണ്. എന്നിട്ടും നേരെ ചൊവ്വേ ഇടപെടാത്ത KPCCയും നേതാക്കളും ഇപ്പോഴും പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന്. ആളുകളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കാത്ത നേതാക്കൾ. കോൺഗ്രസ് കൊലയാളി സംഘമായി മാറിയത് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും വയനാട്ടിലാണ്. ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വി വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ്, M ജയചന്ദ്രൻ, മുൻ DCC ട്രഷറർ NM വിജയൻ്റെ മരുമകൾ പത്മജ. ഞാൻ ആദ്യം പത്മജയിലേക്ക് തന്നെ വരാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പത്മജ, ഒരൊറ്റ ജില്ലയിൽ വയനാട്ടിലാണ് ഇത്രയധികം മനുഷ്യർ പല ഘട്ടങ്ങളിലായി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ ഒരു അവസ്ഥ അറിയാം. NM വിജയൻ്റെ അച്ഛൻ്റെ മരണം, സഹോദരൻ്റെ മരണം, ഇതെല്ലാം അവിടെ അങ്ങനെ സംഭവിച്ചു നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഈ മരണം ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റേതാണ്, ജോസ് നെല്ലേടം. അപ്പോഴും കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നടപടിയെടുക്കും എന്നാണ്. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഉറപ്പുകൾക്കും വാക്കുകൾക്കും എത്രമാത്രം എന്താ പറയുക, അതിലെത്രമാത്രം വിശ്വസിക്കാം? കോൺഗ്രസ് നേതാക്കൾ പറയുന്ന, കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ആ വാക്കുകളെ, ആ ഉറപ്പിനെ? 1% പോലും വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങളോട് അവർ ചെയ്തത് അങ്ങനെയാണ്. അച്ഛൻ മരിച്ചിട്ട് ഡിസംബറിലാണ് അച്ഛൻ മരിച്ചത്. ഒരു വർഷത്തോട് അടുക്കാൻ പോകുന്നു. 1% പോലും എനിക്ക് ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമില്ല. അതെന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇതിപ്പോൾ ഈ സംഭവം, ഞാൻ നിങ്ങളുടെ ഒരു ജീവിതാനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ അനുഭവമുള്ള നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയി കാണില്ലേ? ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പറയുകയാണ് അദ്ദേഹത്തെ കൊടുക്കാൻ, ജയിലിൽ അടയ്ക്കാൻ അവിടെ മറ്റ് പ്രവർത്തകരെല്ലാം ചേർന്ന് മദ്യം കൊണ്ടുവെക്കുന്നു, സ്ഫോടക വസ്തുക്കൾ വെക്കുന്നു, അതിൽ പേര് വരുന്ന മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്താ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അവര് ചതിക്കുകയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിനെ വിശ്വസിക്കുന്നവരെ അവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ തന്നെ ഒരു ജീവിതം നിങ്ങൾ കണ്ടില്ല. ഇത്രയും വർഷം പാർട്ടി എന്ന് വിചാരിച്ച് മാത്രം ജീവിച്ച ഒരാള്, ഒരു രൂപ പോലും പാർട്ടിയിൽ നിന്ന് സമ്പാദിക്കാത്ത ഒരാള്, അവരവരുടെ സ്വത്ത് മൊത്തം പാർട്ടിക്ക് വേണ്ടി കൊടുത്ത് ഒന്നുമില്ലാതായി പോകേണ്ട ഒരാളാണ് ഞങ്ങൾ അച്ഛൻ. അങ്ങനത്തെ ഞങ്ങളോടൊരു നീതി എന്ന് പറഞ്ഞ കാര്യം അവർ കാണിക്കുന്നില്ലല്ലോ. പറഞ്ഞ വാക്കുകൾ അവര് പിന്നെയും അവര് തെറ്റിക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാർട്ടിനെ നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല. ഈ പാർട്ടി, അച്ഛൻ വിശ്വസിച്ച പാർട്ടിയുടെ കൂടെ നിന്നവരാണ് ഞങ്ങൾ. പക്ഷെ അവര് ആ എഗ്രിമെന്റ് അവര് ഇതാക്കിയെന്ന് പറയുമ്പോൾ, അവര് നമുക്ക് തരാമെന്ന് പറഞ്ഞതിൽ ഉള്ള അവര് തന്നെ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് പാർട്ടിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൈവശം പോലും വെക്കാതിരുന്നത്. ഒരു ഫോട്ടോ പോലും എടുക്കണ്ട, വക്കീലിന്റെ അടുത്ത് നിന്നോട്ടെ, നിങ്ങളെടുത്തോ നമ്മളെടുത്തോ വേണ്ട എന്ന് പറഞ്ഞ് ആ MLAയുടെ വാക്ക് ഞങ്ങൾ വിശ്വസിച്ചു. വിശ്വസിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈൻ ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്, അല്ലേ? MLA എന്ന് പറഞ്ഞാൽ സിദ്ദിഖാണോ ഉദ്ദേശിച്ചത്? ടി സിദ്ദിഖിന്റെ കാര്യമാണ്. അതെ, ടി സിദ്ദിഖാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് സൈൻ ചെയ്തത്. ശരി. അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് മറ്റാരൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത്? ഞാനും ഹസ്ബൻഡും പിന്നെ ടി സിദ്ദീഖും. ഇത്രയും പേരാണ് ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കോപ്പി കയ്യിലില്ല അല്ലേ? കോപ്പി എടുക്കണ്ട എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞങ്ങൾ സമ്മതിച്ചില്ല. കരാർ എവിടെയുണ്ട്? കരാർ എവിടെയാണെന്ന് അറിയില്ല. സിദ്ദീഖിന്റെ കയ്യിലാണോന്ന് അറിയില്ല. കാരണം
ജൂൺ 30 അവർ ചെയ്ത് തീർത്തു തരാമെന്ന് പറഞ്ഞ കാര്യം ജൂലൈ കഴിഞ്ഞു. ഓഗസ്റ്റ് കഴിഞ്ഞ ഓഗസ്റ്റ് ആയി. കഴിഞ്ഞതിന്റെ 2 ആഴ്ച മുന്നേ എന്റെ ഹസ്ബൻഡ് 10 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി. 10 ദിവസം കിടന്ന് അന്നും സിദ്ദീഖുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ആൾക്ക് ഇന്ന് വയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഏറ്റിരിക്കുന്ന മെന്റൽ ഡിപ്രഷനാണ്. ഭയങ്കര ഒരു വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രോക്ക് വന്നു. അത്രയും ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ നമ്മൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ 10 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. ആ ദിവസങ്ങളിൽ സിദ്ദീഖ് വന്നിട്ട് ആളെ കാണുകയും ആളുടെ സാഹചര്യം മനസ്സിലാക്കുക ഒക്കെ ചെയ്തതാ. അപ്പം ഇൻഷുറൻസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു 1.5 ലക്ഷം രൂപ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് തരാനുള്ള പൈസയെന്ന് ഞങ്ങൾ പറഞ്ഞു, ബില്ല് അടയ്ക്കാൻ വേറെ ഒന്നും നിർവാഹമില്ല എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു കുഴപ്പമില്ല, വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 3:30 മണിക്ക് ഡിസ്ചാർജ് ആയ ആളെയും കൊണ്ട് 8:30 വരെ ഞാൻ നിരന്തരം മാറി 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 വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഫോൺ എടുക്കുന്നേ ഇല്ല. ബില്ല് അടയ്ക്കാൻ പറ്റില്ല. ബില്ല് അടയ്ക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ലാസ്റ്റ് PV അൻവറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തു തരണം, ഒരു ദിവസത്തേക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞങ്ങൾ വയനാട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ചെയ്തു തരും, അല്ലാതെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ആസാദ് മൂപ്പനെ ഡയറക്റ്റ് വിളിച്ച് 10 ദിവസത്തെ അവധിക്ക് എന്റെ ആധാറിന്റെ കോപ്പി അവിടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോരുന്നത്. ഇതുവരെ ആ പൈസ അടച്ചിട്ടില്ല. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ കൽപ്പറ്റ വക്കീലിന്റെ അടുത്ത് പോയത്. കാരണം എനിക്ക് അതോടുകൂടിയിട്ട് എനിക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലാണെന്ന് അവർക്കറിയാം. 3:30 മുതൽ 8:30 വരെ മാറി 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 വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കേണ്ട ഒരു മര്യാദ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മളൊരു ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും ഇവരെ ഭാഗത്തുനിന്ന് ഇനി ഹെൽപ്പ് ഉണ്ടാവുമോ. വീണ്ടും ഞാൻ ചിന്തിച്ചു അവർ പറ്റിക്കുകയാണോ. അപ്പൊ രാവിലെ ഞാൻ കൽപ്പറ്റ വക്കീലിന്റെ ഓഫീസിൽ പോയി. വക്കീലിന്റെ ഓഫീസിൽ പോയ സമയത്ത് വക്കീല് പറയുന്നത് അതിന്റെ പിറ്റേ ദിവസം തന്നെ കൽപ്പറ്റ MLA PA വന്ന് അത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ അവരല്ലേ നമ്മളെടുത്ത് പറഞ്ഞത് നിങ്ങൾക്കും ഞങ്ങളെടുത്തും വേണ്ട, വക്കീലിന്റെ അടുത്ത് സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സാധനം ഒന്നെങ്കിൽ ഞങ്ങളെ പെർമിഷൻ അവർക്ക് വേണ്ടേ അത് കൊണ്ടുപോകണമെങ്കിൽ. അതല്ല അതിന്റെ ശരി. അല്ല, മാത്രമല്ല അതിന്റെ ഒരു കോപ്പി തരിക എന്ന് പറയുന്നത് മര്യാദയാണ്. അത് നിയമപരമായി നിങ്ങളുടെ അവകാശവുമായിരുന്നു. അങ്ങനെയും ഞങ്ങൾ മേടിച്ച മുദ്രപത്രമാണിത്. ഞങ്ങൾ മേടിച്ച മുദ്രപത്രമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എത്ര രൂപ പത്രത്തിലായിരുന്നു എഴുതിയത്? 500 തോന്നുന്നു. ഓക്കെ, ആയിക്കോട്ടെ, ചോദിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരാറിൽ പറഞ്ഞു ഇപ്പോൾ ജൂലൈക്ക് മുമ്പ് ആ ഇടപാടുകൾ തീർക്കാം എന്നൊരു ഉറപ്പാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ടി സിദ്ദീഖും നിങ്ങളും തമ്മിൽ ഒപ്പുവെച്ച് ഒരു കരാറാക്കിയത്. അതിൽ പറഞ്ഞത് എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ബാധ്യതകൾ തീർക്കാം എന്നാണ് ആ കരാറിൽ എഴുതിയിട്ടുള്ളത്? അത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. അത് കാരണം ഞങ്ങൾ കൊടുത്തൊരു അച്ഛന്റെ സണ്ണി ജോസഫ് MLAക്ക് ഞങ്ങൾ കൊടുത്തത് ഇതാണ് അച്ഛന്റെ ഇത്രയും പേജാണ് ഒരാളുടെ കടം എന്ന് പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരാള് ഉണ്ടാക്കിയിരിക്കുന്ന കടം ഇത്രയാണ്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഉപസമിതിയിൽ സബ്മിറ്റ് ചെയ്ത കാര്യമാണ്. അവരത് ഞങ്ങളടുത്ത് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ വീടിരിക്കുന്നതിന്റെ പട്ടയം ബാങ്കിലാണ്, ബത്തേരി അർബൻ ബാങ്കിലാണ് ഉള്ളത്. അച്ഛന്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അർബൻ ബാങ്ക് നിയമനത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മേടിച്ച പൈസ ആ സമയത്ത് BJP ഭരണത്തിൽ വന്നത് കൊണ്ട് എനിക്ക് എന്റെ വസ്തു പണയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് IC എന്നോട് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ എന്റെ വീടും പണയപ്പെടുത്തിയിട്ടാണ് അവർക്ക് പൈസ കൊടുത്തിരിക്കുന്നത്. ഇന്ന് എന്റെ വീട് ജപ്തിയുടെ വക്കിലാണ്, എന്റെ മക്കളെങ്കിലും രക്ഷിക്കണം എന്ന് അച്ഛന്റെ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് വിജയേട്ടന്റെ ആ കടം ഞങ്ങൾ തീർത്തു തരുന്നു പറഞ്ഞു. അതായത് ഞങ്ങൾ വീട് ഇരിക്കുന്നത് അത് ഇന്ന് 60 ലക്ഷം രൂപയായിട്ടാണ് അർബൻ ബാങ്കിൽ ഇരിക്കുന്നത്. ആ വീടും എടുത്തു തരാന്ന് പറഞ്ഞ കാര്യം അവർ എടുത്തു തരുന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് എടുത്തു തരാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നത്. ഘട്ടം എന്ന് പറഞ്ഞാൽ അവർ ഈ ഘട്ടം എത്ര കാലമാണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ എത്ര രൂപയായി കാണും എല്ലാം കൂടി ഈ കടബാധ്യത അർബൻ ബാങ്കിൽ? 60 ലക്ഷം രൂപ. 60 അല്ലേ? പലിശ സഹിതം എല്ലാം 60 ലക്ഷം രൂപ. 60 ലക്ഷം ഞങ്ങൾ ഇന്നാള് നോക്കിയ സമയത്ത് ആ കരാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ബാങ്കിലെ ഈ വീട് ജപ്തിയിരിക്കുന്ന ഈ വീട് തിരിച്ച് എടുത്തു തരുന്നതിന് എത്ര രൂപ ചെലവാകുമോ ആ പണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീട്ടും നൽകും എന്ന് പറഞ്ഞാണ് ആ കരാർ അല്ലേ? മാത്രമേ അവർക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ശരി, അത് മാത്രം മതി. കാരണം ബാക്കി അച്ഛന്റെ ഒരുപാട് പട്ടയങ്ങൾ പണയത്തിലാണ്. പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ടോ അച്ഛന്റെ പേഴ്സണൽ ആവശ്യത്തിനോ വേണ്ടിയിട്ട് അച്ഛനെ എടുത്തിരിക്കുന്നതാണെങ്കിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇന്ന് ഇങ്ങനെ ആയിരിക്കില്ല. അത്രയും പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭൂമികൾ പണയം വെക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പോൾ ആ കടമെല്ലാം അച്ഛൻ വരുത്തി വെച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് ഈ പാർട്ടി നേതാക്കളെ നിങ്ങൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താനായോ?
ബോധ്യപ്പെടുത്താനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അച്ഛൻ ഇത്രയും വലിയ ബാധ്യത ഇത്രയും വലിയ രീതിയിലുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുത്തെ അതോറിറ്റി അച്ഛനായിരുന്നു. അച്ഛന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി ചെയ്യുന്നത് നമ്മൾ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്തു നമ്മൾ ചോദിക്കുന്നില്ല. അച്ഛൻ മരിക്കുന്ന അന്ന് വരെ ബത്തേരി ടൗണിൽ പോയ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അല്ലാതെ അച്ഛന് വേറൊരു വഴിക്കും ആ ക്യാഷ് പോവാൻ വഴിയില്ല. കാരണം ഇത്രയും വലിയ തുകകൾ അച്ഛൻ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലാതെ എന്ത് ചെയ്യും? അല്ലാതെ വേറെ വരുമാനമുള്ള ആളല്ല. അപ്പൊ അവരവരുടെ സ്വർണവും സ്വത്തും എല്ലാം പണയപ്പെടുത്തി കുറെ പാർട്ടിയുടെ മുഖം അച്ഛൻ രക്ഷിക്കാൻ ശ്രമിച്ചു. പിന്നെ ഒരു വധിക്ക് വെച്ചിട്ട് അച്ഛന്റെ കയ്യിന്ന് പോയി എന്ന് അച്ഛന് തോന്നിയപ്പോഴാണ് അച്ഛൻ പാർട്ടി ഞങ്ങളെയെങ്കിലും രക്ഷിക്കുന്നു വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട് ജപ്തി ഭീഷണിയിലാണ്. അത് 60 ലക്ഷം അത് വീട്ടാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അതാണ് കരാറ്. ഇപ്പോൾ അച്ഛൻ പാർട്ടിക്ക് വേണ്ടി, വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പത്തിക ബാധ്യത കൂടി ചേർന്നാൽ കടബാധ്യത ആകെ എത്രയുണ്ടാകും? 2.5 കോടി മുകളിൽ വരും. 2.5 കോടി. ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ട് നിയമനം നൽകാം എന്ന പാർട്ടിയുടെ ആ നിർദ്ദേശാനുസരണമാണ് പണം വാങ്ങിയത്. ഈ പണം IC ബാലകൃഷ്ണൻ MLA പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ വീട് കൊണ്ട് പണയപ്പെടുത്തി തൽക്കാലം ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം അച്ഛൻ നീങ്ങിയത്? നേരത്തെ പറഞ്ഞെങ്കിലും അതൊന്നുകൂടി വ്യക്തമായി സൂചിപ്പിക്കാം. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ കത്തിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. സുധാകരൻ അവർക്ക് എഴുതിയ കത്തിനകത്ത് അച്ഛൻ വളരെ വ്യക്തമായി ഫസ്റ്റ് പേജിൽ തന്നെ എന്താണ് ഒന്നുകൂടി എങ്ങനെയായിരുന്നു അത് എഴുതിയിരുന്നത്? എന്താണ് IC പറഞ്ഞത്? ICയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്തു പോയതാണ്. അതായത് ബത്തേരി ഒരുപാട് കാലങ്ങളായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്ക് ആയിരുന്നല്ലോ, അർബൻ ബാങ്ക്. അത് ഏതൊരു ഇയർ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ആ ഇയർ മാത്രം BJP ഭരണത്തിൽ വരികയും അപ്പം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനായി ICയുടെ നിർദ്ദേശപ്രകാരം, അത് അണ്ടർലൈൻ ചെയ്ത് അച്ഛൻ എഴുതിയിട്ടുണ്ട്, ICയുടെ നിർദ്ദേശപ്രകാരം എന്റെ വീടിരിക്കുന്ന പട്ടയം അർബൻ ബാങ്കിൽ കൊണ്ടുവച്ച് പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ അന്ന് അവർക്ക് പൈസ കൊടുത്തത് എന്ന് എഴുതിയിട്ടുണ്ട്. ആ കടം ഇന്നത്തെ തീയതിക്ക് ഇത്രയും വലിയ എമൗണ്ട് ആയിട്ട് മാറിയിരിക്കുന്നതും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മനസ്സിലായി. എന്നിട്ട് ഈ IC ബാലകൃഷ്ണൻ ഇതിന് ശേഷം ഈ പരാതി, ഈ അച്ഛൻ്റെ മരണശേഷം നിങ്ങൾ ഈ നേതാക്കളോട് കണ്ട് സംസാരിക്കുമ്പോഴുമൊക്കെ IC ബാലകൃഷ്ണൻ്റെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? നിങ്ങളോടും അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് കേട്ട നേതാക്കളോടും IC ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായോ, അതോ പൂർണ്ണമായി നിഷേധിക്കുകയായിരുന്നു? പൂർണ്ണമായിട്ടും നിഷേധിച്ചു. കാരണം ഞങ്ങളുടെ ഒരു അച്ഛനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു IC ബാലകൃഷ്ണൻ. നമ്മളെപ്പോഴും കാണുന്ന ആളായിരുന്നു. അങ്ങനത്തെ ഒരാള് അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ വേറൊരു മുഖമാണ് ആളുടെ കണ്ടത്. ഈ നേതാക്കളോട് കണ്ണുമടച്ചു പറഞ്ഞു അല്ലേ, ഒരു ബാധ്യതയും ഇത് ഞാൻ പറഞ്ഞിട്ടല്ല വിജയേട്ടൻ ഇങ്ങനെ ഒന്നും ചെയ്തത്, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണോ ഈ IC ബാലകൃഷ്ണൻ MLA നേതാക്കളോട് പറഞ്ഞത്? നിങ്ങൾ വല്ലാതെ നിങ്ങളിൽ അത് വലിയ ഷോക്കായി മാറി നിങ്ങൾക്കത്? ഞങ്ങളോട് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇപ്പം അച്ഛൻ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു, ഇവിടുന്ന് ബത്തേരി ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനെ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അച്ഛന്റെ സിറ്റുവേഷൻ വളരെ വഷളാവുന്ന സമയത്ത് അന്നൊന്നും ഞങ്ങളെ കയ്യിൽ ഈ കത്തില്ല, ഇങ്ങനെ ഒരു കത്ത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ആ അവസാന സമയത്ത് അച്ഛന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അച്ഛനൊരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ കിട്ടാത്ത ബുദ്ധിമുട്ടിലായിരിക്കണം അച്ഛൻ ഇത് ചെയ്തത് എന്നാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഇത്ര വലിയൊരു ഇഷ്യൂ അച്ഛനുണ്ട് എന്നും അതിന്റെ പുറമെ വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടെന്നും നമ്മൾ കൺമുന്നിൽ കാണുന്ന ആൾക്കാരാണ് ഈ പ്രതികളൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം മെഡിക്കൽ കോളേജ് കിടക്കുന്ന സമയത്തും അച്ഛന്റെ സ്ഥിതി വഷളാവുന്ന സമയത്തും ഫസ്റ്റ് വിളിക്കുന്നത് ഞങ്ങൾ MLA-നെയാണ്. ബാലകൃഷ്ണേട്ടാ, അച്ഛന്റെ സ്ഥിതി കുറച്ച് മോശമാണെന്ന് പറയുമ്പോഴും ഞാൻ വന്നോണ്ടിരിക്കുകയാണ് മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ ഭാവം മാറി അല്ലേ? അച്ഛൻ എഴുതിയ കത്ത് പുറത്തു വന്നതോടെ ഭാവം മാറി. അന്നപ്പോഴും പല നേതാക്കന്മാരും ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ട്, വിജയൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കത്തുണ്ടോ? അപ്പൊ ഞങ്ങൾ കണ്ടില്ല. കാരണം പിറ്റേ ദിവസം തന്നെ ഇവിടെ പോലീസ് വന്നിട്ട് നോക്കിയ സമയത്ത് അച്ഛന്റെ അലമാര വന്നിട്ട് അവർ ഫുൾ ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്ത സമയത്തും അച്ഛൻ ഇതെല്ലാം മുൻകൂട്ടി ചിലപ്പം കണ്ടു കാണാതിരിക്കണം. കാരണം അച്ഛന്റെ അലമാരക്കകത്ത് പേപ്പേഴ്സ് ഒക്കെ വെക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ ആണ് പോലീസുകാർ തപ്പിയത്. പക്ഷെ അവിടെ ആയിരുന്നില്ല അച്ഛൻ ഇത് വെച്ചത്. അച്ഛന്റെ ഡ്രസ്സൊക്കെ വെക്കുന്നതിന് കുറച്ച് ഉള്ളിലേക്കായിട്ടായിരുന്നു അച്ഛൻ ഇത് വെച്ചോണ്ടിരുന്നത്. പക്ഷെ അച്ഛന്റെ സ്വബോധം നഷ്ടപ്പെടുന്നതിന് കുറച്ച് മുന്നേ
ഹസ്ബൻഡിനെ മാത്രം വിളിച്ചു നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൻ വിഷമിക്കണ്ട, അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി, അച്ഛൻ പറയുന്നത് പോലെ മോൻ കേട്ടാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് മരിച്ച് കഴിഞ്ഞതിന് ശേഷം, ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷമാണ് ആൾക്കാരുടെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ, കാരണം എന്തെങ്കിലും കത്തുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുവോ, നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. കാരണം ആള് മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. മരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് രാത്രി വരുന്നത്. ആ രാത്രിയാണ് ഞങ്ങളെ കയ്യിൽ ആ കത്ത് കിട്ടുന്നത്. ആ കത്ത് കിട്ടി, ആ കത്ത് തുറന്ന് നോക്കുന്ന സമയത്ത് എന്താ പറയേണ്ടത്, നമ്മൾ ആകെ ഒരു ഇതുവരെ കണ്ടതൊന്നും അല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം അതിനകത്ത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്, ആത്മഹത്യയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഹാസ്വസ്ഥ്യം പോലും ഞാൻ മരിച്ചാൽ ഉത്തരവാദി പാർട്ടിയാന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത്രയും പ്രഷർ ആൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഇത്. എന്നിട്ടും ഞങ്ങള് അച്ഛനെ ദഹിപ്പിക്കണ്ട എന്നൊരു ഇഷ്യൂയുടെ കാര്യം വന്ന സമയത്തും IC ഞങ്ങളെ വീട്ടിൽ വരികയും അച്ഛന്റെ കത്തിനകത്ത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ ദഹിപ്പിക്കരുത് എന്നുള്ള കാര്യം. പക്ഷെ അന്നും ഞങ്ങളെ കൂടെ നിൽക്കേണ്ട ആള് കുറച്ച് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഞങ്ങളോട് നിങ്ങൾക്ക് എന്താ ദഹിപ്പിച്ചാൽ എന്താ, ഞങ്ങളെ മേലെ കുറ്റം വെക്കുവരുന്നവര്. കാരണം ഈ കത്തിന്റെ കാര്യം ആർക്കും അറിയില്ലല്ലോ. കാരണം കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. കുടുംബ പ്രശ്നമാക്കി മാറ്റി അങ്ങനെ മരിച്ചതാണ് ആള് എന്ന് വരുത്തി തീർക്കാൻ. കാരണം ഈ കത്ത് ഒരു തെളിവ് ഇല്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ആ കത്ത് 10 ദിവസം എത്ര ആരോപണം കേട്ടിട്ടും ഞങ്ങൾ ആ 10 ദിവസം ആ കത്ത് ആരെയും കാണിച്ചില്ല. ഈ പാർട്ടിയിലെ നേതാക്കന്മാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 5ാമത്തെ ദിവസം അന്ന് പറഞ്ഞല്ലോ VD സതീശനെയും സുധാകരനെയും ഒക്കെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കാണിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് പോയി കാണിച്ചത് IC ബാലകൃഷ്ണനെയാണ്. IC ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയിട്ടാണ് ഈ കത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോഴെന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മുഖഭാവം, അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് മറുപടിയായി പറഞ്ഞത്? ആദ്യം കത്ത് കാണിക്കുന്നതിന് മുന്നേ ആള് നമ്മളടുത്ത് പറഞ്ഞു, ഞാൻ ഒരുപാട് വിജയനെ സഹായിച്ചിട്ടുണ്ട്, ആൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, അങ്ങനെയൊക്കെയായിരുന്നു ആള് പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചു സമയം. പിന്നെ അതിനുശേഷമാണ് ഈ കത്ത് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു കത്ത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഞാനാണ് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത്. അപ്പൊ ആള് പെട്ടെന്ന്, കാരണം ആളായിട്ട് കുറച്ച് കഥകൾ പറഞ്ഞ കഥ എല്ലാം പൊളിഞ്ഞു. നേരെ അതെ, അതായത് രാഹുൽ ഗാന്ധിന്റെ PAയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്, അതാണ് ഏറ്റവും വലിയൊരു ഇത്. രാഹുൽ ഗാന്ധിന്റെ PAയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വിജയേട്ടന് ഞാൻ പൈസ എടുത്തു കൊടുത്തായിരുന്നു, അത്ര പോലും ഞാൻ ഹെൽപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞ ആള് അച്ഛൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ PAയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് പൈസ കൊടുത്തത് എന്നുള്ളത്. എന്നിട്ട് ആ പൈസയും അച്ഛനാണ് അടച്ചു തീർത്തതെന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ആ ഒരു കഥ മാറിയല്ലോ. അപ്പൊ ആള് ഭയങ്കര ഇതായി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത മന്ത്രി ഞാനാണ്. ആ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപാട് കാലമായി CPM നേതാക്കൾ എന്നെ ത്രട്ടൻ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കാരണം അടുത്ത ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാനാണ് അടുത്ത മന്ത്രി എന്നാണ് ആള് ഞങ്ങളോട് പറഞ്ഞത്. അതിലൊരു സൂചനയുണ്ട് അല്ലേ? കാരണം കാരണം ഒട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതെ, ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ആള് ഭയങ്കര റഫായിട്ട് സംസാരിച്ച് പറഞ്ഞു, ഇതിനകത്ത് വിജയന്റെ കത്തിനകത്ത് IC ബാലകൃഷ്ണൻ എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, വേറെയും 2 പേര് പരാമർശിച്ചിട്ടുണ്ടല്ലോ, അപ്പച്ചന്റെ വീട്ടിലേക്കും കൂടെ ചെല്ല് എന്ന് പറഞ്ഞു. ആ വഴിക്ക് ഞങ്ങൾ വീണ്ടും കാക്കവയൽ അപ്പച്ചന്റെ വീട്ടിൽ പോയി അപ്പച്ചനും ഇത് കേൾപ്പിച്ചു കൊടുത്തു. അതും ഈ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. അതെ, അതും സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. കാരണം ഈ പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് അവര് പറഞ്ഞ കഥ ഒന്ന്, കത്ത് വായിച്ചു കൊടുത്തതിന് ശേഷം കാണുന്ന മുഖം വേറെ ഒന്നായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ സുധാകരൻ സാറിനൊക്കെ കൊടുക്കുന്നതിന് മുന്നെയാണ് ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇതാക്കുന്നത്. അന്നപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങള്, കാരണം ഇരിക്കുന്ന വീട് പോലും പണയത്തിലാന്ന് നമുക്ക് അറിയുന്ന ഒരു നിമിഷം നമ്മൾ ഭയങ്കര ഇതായി പോവും, പതറിപ്പോവും. കാരണം അച്ഛൻ മരിച്ചു, അനിയൻ മരിച്ചു, ഞങ്ങളുടെ ഫുൾ ഒരു പവറായിരുന്നു അച്ഛൻ. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ മാത്രമായി പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോടാ ഇത് പറയേണ്ടത് ഒന്നും അറിയില്ല. ആ സമയത്തും ഞങ്ങൾ പോയി പറഞ്ഞത് IC ബാലകൃഷ്ണന്റെ അടുത്താണ്. കാരണം എങ്ങനെങ്കിലും ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട്, അതൊന്ന് വിറ്റ് തന്നാൽ മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ എന്നിട്ട് ഞങ്ങൾ കടം വീട്ടിക്കോളാം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ പിന്നെ കാണുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മളുടെ കത്തിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടും, അച്ഛൻ വരുത്തി വെച്ചത് മൊത്തം അച്ഛന്റെ പിടിപ്പുകേടുകൊണ്ടാന്നുള്ളതും ഭയങ്കര വേറൊരു കഥ
വാർത്തകളായിരുന്നു അല്ല ഞാൻ പത്മജ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വസീഫിലേക്കും ശ്രീ ജയചന്ദ്രനിലേക്കും വരാം. സത്യത്തിൽ വല്ലാതെ ഷോക്കിംഗ് ആയി നമ്മളിതിങ്ങനെ കേട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പത്മജ, അതായത് ഇതിന് ശേഷം നിങ്ങൾ പോയി വി.ഡി. സതീശനെ കണ്ടു, കെ സുധാകരനത്തെ KPCC പ്രസിഡന്റിനെയും കണ്ടു. ഒരു കേരളത്തിലെ ഒരു MLA ആണ്, വയനാട്ടിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ് IC ബാലകൃഷ്ണൻ. ഈ IC ബാലകൃഷ്ണൻ ഈ കത്തിൽ പേരുണ്ട്, ഞങ്ങളിത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത് എന്ന് പറയുമ്പോൾ ഈ നേതാക്കൾ എങ്ങനെയാണ് നിങ്ങളോട് ആ ഘട്ടത്തിൽ തിരിച്ചു പ്രതികരിച്ചത്, പെരുമാറിയത്? ഇതുപോലും ഞങ്ങള് ഐസിയുടെ വീട്ടിൽ പോയി എന്നൊന്നും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വയനാട്ടിൽ നിന്നാണ് വരുന്നത്, ഈ മരിച്ച ആളുടെ മക്കളാണ്, ഇങ്ങനെ ഒരു കത്ത് സാറിന് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഐസിനെ കണ്ടോന്നൊന്നും അവരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ കത്ത് വായിച്ചിട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടായോ പിന്നീട്? അവരുടെ നടപടി ഉണ്ടായില്ല. അവര് ആദ്യം തന്നെ അത് പ്രതികരിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, കള്ളക്കത്താന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കുടുംബം ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു, അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞു. കുറേ പരാമർശങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ അവസ്ഥേനെ അവർ പല രീതിയിലും പല മോശമായിട്ടുള്ള രീതിക്ക് ആക്കിയിട്ടും കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉപസമിതി രൂപീകരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോഴും ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ അവരെ. ഞങ്ങൾ അവരെ തള്ളി പറഞ്ഞിട്ടില്ല. അന്ന് എല്ലാ മാധ്യമങ്ങളും കണ്ടതാണത്. എല്ലാ മാധ്യമങ്ങളും കണ്ടതാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ വയനാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ എല്ലാമായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയുള്ള വയനാടാണ്. അവരുടെ സ്വന്തം വയനാട് എന്ന മട്ടിലാണല്ലോ ഇത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആ ഒരു അടുപ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരെ ഈ വിവരം അറിയിക്കാൻ, പരാതി കൊടുക്കാൻ എന്തെങ്കിലും ശ്രമം നടന്നിരുന്നോ, അറിയിച്ചിരുന്നോ? അച്ഛൻ അവർക്ക് രണ്ടുപേർക്കൂടെ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിന്റെ മാറ്റർ സെയിം ആയിരുന്നു. സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമായിരുന്നു ഒറിജിനല്. ബാക്കി എല്ലാവർക്കും സെയിം മാറ്ററിലുള്ള പല പല അഡ്രസ്സുകളിലുള്ള കത്തായിരുന്നു അച്ഛൻ എഴുതി വെച്ചിരുന്നത്. അല്ലാണ്ട് അഞ്ച് തരത്തിലുള്ള കത്തല്ല, ഒരേ മാറ്റർ ആയിരുന്നു എല്ലാം. അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ലാസ്റ്റ് സമയം ഇത്രയും പേർക്ക് കൊടുത്തിച്ച പോലും ഇവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രിയങ്കയ്ക്കൊന്നും ഇത് നമ്മൾ പേഴ്സണലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെ കൊടുക്കും, കാരണം നമ്മൾ ഡെയിലി കാണുന്ന ആളല്ല. എന്നാൽ പോലും അവര് നമ്മളെ വീട്ടിൽ വന്നല്ലോ, വീട്ടിൽ വന്നിട്ട് ഉറപ്പ് തന്നതാണ്. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമായിരുന്നു അവർ വീട്ടിൽ വന്നത്. പ്രിയങ്ക ഗാന്ധി ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, ഇത് പാർട്ടിയുടെ ഉറപ്പാന്ന് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞ് ഞാനൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവരൊക്കെ. അത്രയും ഒരു ആളുടെ വായിക്ക് നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അതിനുശേഷമാണോ ഈ കരാർ എഴുതുന്നത് സിദ്ദീഖും നിങ്ങളും കൂടി? അതെ, അതിനുശേഷം പ്രിയങ്ക ഗാന്ധി നമ്മളെ വീട്ടിൽ വന്നതിന് ശേഷവും 2 മാസം പിന്നെയും ഒരു ഇതുമില്ല, ഒരു 1.5 മാസത്തോളം ഒരു നീക്കുപോക്കും ഇല്ല. അതിപ്പം പ്രിയങ്ക ഗാന്ധി ഇവിടെ ഒരു ഇനോഗ്രേഷൻ എന്തിനോ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധിന്റെ PA എടുത്ത് നമ്മൾ ചോദിച്ചു, ഒരു അപ്പോയിന്റ്മെന്റ് തരുമോ എന്ന് ചോദിച്ച സമയത്ത് ആ വ്യക്തി പറഞ്ഞത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ ഫാമിലി റോഡ് സൈഡിൽ നിന്ന് പ്രിയങ്കനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും അവർ കാണാൻ കൂട്ടാക്കിയില്ല. അവര് കാണാൻ കൂട്ടാക്കാത്തതാണോ അതോ അവരിലേക്ക് എത്തിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ലൈവായിട്ട് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം NM വിജയന്റെ കുടുംബം തെരുവിൽ കാണാൻ കൂട്ടാക്കാതെ പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കര ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസമാണ് ഇവരെ അഗ്രിമെന്റ് എഴുതാൻ വേണ്ടി വിളിക്കുന്നത്, ആ ഒരു പ്രശ്നത്തിന് ശേഷം. റൈറ്റ്. പത്മജ, ഇപ്പോൾ കാണുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഇത് പത്മജ പറയുന്നത് അത്ര വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്തൊരു തരം പരിപാടികളൊക്കെയാണ് നടന്നത് എന്നതുകൂടി ഉണ്ട്. ഞാൻ പത്മജയിലേക്ക് വരികയും ചെയ്യാം. വസീഫ്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്, എന്തൊരു തരം ചതിയാണ് നടക്കുന്നത്, എന്ത് കൂടുതൽ പറയാനാണ്? വസീഫ് കേട്ടല്ലോ ഇതൊക്കെ. സത്യത്തിൽ ശരത്ത്, ഇവർ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ആ ഒരു സംസാരത്തിലൂടെയും വിജയൻ സാറിൻ്റെ ആ ഒരു ജീവിതത്തിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോവുക. എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓർമ്മകൾ, ഒരു കാഴ്ച കാണുന്നത് പോലെ നമ്മളിങ്ങനെ പോവുക. കാരണം നമ്മളൊരു പൊതുപ്രവർത്തകരാണ്. അങ്ങനെ ഒരു പൊതുപ്രവർത്തകന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട്, അതും തൻ്റെ വിശ്വസിച്ച പാർട്ടി കൊടുത്ത സമ്മാനം ഇത്. ആ IC ബാലകൃഷ്ണന് വേണ്ടിയിട്ട് ചെയ്ത തെറ്റ്, ജീവനക്കാരെ നിയമിക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വെച്ചു, നിയമിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ആ പണം അഭിമാനബോധത്താൽ സ്വയം തിരിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, DCCയുടെ ട്രഷറർ.
നേരത്തെയൊക്കെ ഉള്ള സ്വാത്വികരായിട്ടുള്ള കോൺഗ്രസിൽ വിശ്വസിച്ച് പോരുന്ന ഒരു പാവം പ്രവർത്തകനായിരിക്കും. ഐസിയുടെ വാക്ക് കേട്ട് എന്തോ പണം വാങ്ങി വെച്ചു. ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ തിരിച്ചു കൊടുക്കുക, അഭിമാനബോധത്താൽ തിരിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുത്തുണ്ടായ കടം, അത് കടം പെരുകി വലിയ രീതിയിൽ ബാധ്യതയായി താൻ നോക്കുന്ന ആ മകനെ, താൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ആ മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പോയി എന്ന് പറയുമ്പോൾ എവിടെ എത്തി ഈ കോൺഗ്രസ്? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരള പറ്റിക്കൽ കോൺഗ്രസ് പാർട്ടിയായി മാറിയില്ലേ? അത് കഴിഞ്ഞ് അന്ന് അവർ കാണിച്ച നാടകങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. വിജയൻ്റെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കും എന്നായിരുന്നില്ലേ ഈ വി ഡി സതീശനും KPCC പ്രസിഡൻറ്റും ഈ MLA-മാരും ടി സിദ്ദീഖും എല്ലാം പറഞ്ഞത് അങ്ങനെയായിരുന്നു. നമ്മളും കരുതി അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന്. ഞങ്ങളാരും അതിൽ വലിയ ഇടപെടൽ നടത്തി വലിയ ആക്ഷേപം ചൊരിയാനൊന്നും പോയിട്ടില്ല. കോൺഗ്രസ് പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ നിന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മരണപ്പെട്ടതാണ് വിജയനും അദ്ദേഹത്തിൻ്റെ മകനും. DCCയുടെ ട്രഷററാ, വയനാട്ടിലെ തലമുതിർന്ന നേതാവാ, ഈ പറയുന്നവരുടെ എല്ലാം സന്തത സഹചാരിയായി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാ. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടി എല്ലാം ഇടപെടുകയും നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്ത ഒരു നേതാവ് മരണമടഞ്ഞിട്ട്, അതും കോൺഗ്രസിന് വേണ്ടി ജീവിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ ബാധ്യത കൊണ്ട് ജീവനൊടുക്കേണ്ടി വന്നു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ജീവനൊടുക്കിയ ഒരു മനുഷ്യൻ്റെ ബാധ്യത ഏറ്റെടുക്കുമെന്ന് ഇവർ പറഞ്ഞു, പരസ്യമായി പറഞ്ഞു. ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തു. അവരുടെ മുമ്പിലേക്ക് ഒരു ഉപസമിതി ഉണ്ടാക്കി, ആ ഉപസമിതി ചെന്നു. എന്നിട്ട് ഇപ്പോൾ പത്മജ പറയുന്നത് നോക്കൂ നിങ്ങൾ. എത്ര പ്രയാസകരമായിട്ടാണ് എത്ര ഗദ്ഗതത്തോടു കൂടിയാണ് അവരത് പറയുന്നത്. അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ട് പറയല്ലോ, ഗതികേട് കൊണ്ട് പറയുക. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുക. 2.5 കോടിയോളം രൂപ ഒരു മനുഷ്യന് ഈ കോൺഗ്രസിന് വേണ്ടി ബാധ്യതയുണ്ടായി എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? ആ ബാധ്യത ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു ഇവർ. എന്നിട്ട് ചികിത്സിക്കാനുള്ള പണം പോലും കൊടുക്കാതെ ബില്ലടക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ് ബില്ലടക്കാമെന്ന് പറഞ്ഞ് എന്താ പറയുക, ഒരു സമയം വാങ്ങി പോന്ന ഈ കുടുംബം എങ്ങനെയാണ് ഈ കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കുക? എങ്ങനെ ഇവർക്ക് പൊതുപ്രവർത്തനം നടത്താൻ പറ്റുക? ഇവർക്ക് എങ്ങനെയാ ഈ സമൂഹത്തിൽ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? സ്വന്തം നേതാവിനെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച്, നേതാവിനെയും കുടുംബത്തെയും പറഞ്ഞ് പറ്റിച്ച് ജീവിതത്തിൽ മറ്റു മാർഗമില്ലാത്ത തരത്തിലേക്ക് അവരെ ഇങ്ങനെ ഒരു ഇരുട്ടത്ത് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി എങ്ങനെ രക്ഷപ്പെടാനാ? ഇന്ന് നോക്കൂ നിങ്ങൾ, മറ്റൊരു മരണവാർത്തയും വന്നില്ലേ ഇവിടെ? മറ്റൊരു മരണവാർത്തയും വന്നു ഇതേ വയനാട്ടിൽ നിന്ന്. ഇത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഗൂഢസംഘത്തിൻ്റെ കയ്യിലാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത്. എല്ലാവർക്കും ബോധ്യപ്പെടുക. ഇത് മാത്രമല്ല, വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തമുണ്ടായ സമയത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ല ഇവർ. 100 വീട് KPCC, 100 വീട് രാഹുൽ ഗാന്ധി, മറ്റ് 30 വീട് യൂത്ത് കോൺഗ്രസ്. അവസാനം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. 30 വീട് പിരിക്കാൻ വീടുണ്ടാക്കാൻ വേണ്ടി അവർ പണം പിരിച്ചു. ആ പണം എവിടെയെന്ന് പോലും ഇപ്പോൾ ഒരു വിവരവുമില്ല. എവിടേക്കാണ് ഈ കോൺഗ്രസ് പോകുന്നത്? ഈ കോൺഗ്രസും പൊതുപ്രവർത്തനമാണ് നടത്തുന്നത്, ഞങ്ങളും പൊതുപ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ട് ശരത്ത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. ഏതെങ്കിലും തലയും വാലുമില്ലാത്ത വാർത്തകൾക്ക് പുറകിൽ പോകുന്ന മാധ്യമപ്രവർത്തകർ ശരിയാം വണ്ണം ഈ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. കൈരളിയെങ്കിലും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിന് കൈരളി അഭിനന്ദിക്കുകയാണ്. ഇവർക്ക് നീതി ലഭിക്കണം. ഈ കോൺഗ്രസ്സുകാരാൽ പറ്റിക്കപ്പെട്ട ഈ കുടുംബത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണം. നിരന്തരം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ഒരു കാര്യം കൂടി, നമ്മൾ മനുഷ്യപ്പറ്റോടെ പൊതുപ്രവർത്തകർ ഇടപെടേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നത് ഈ കാലത്തിൻ്റെ നല്ല ഏത് കാലത്തെയും വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും എത്ര നാൾ മുന്നോട്ട് പോകാനാകും? ഞാൻ ഇത് പറയാൻ കാര്യം, ഇപ്പോൾ വസീഫ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ച പങ്കുചേരാമെന്ന് അറിയിച്ചു. വൈകുന്നേരമായപ്പോൾ എന്നെ ഒന്ന് ചുറ്റിച്ചു. വസീഫ് മറന്നുപോയി. വസീഫ് പറഞ്ഞു ഞാനൊരു യാത്രയിലാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇത് എവിടെ പോവുകയാണ്? 8 മണിക്ക് ഇനി ഞാൻ ചർച്ചയ്ക്ക് ഒരു പ്രതിനിധിയെ. ഒരു കാര്യം കൂടി പറയാം, കോൺഗ്രസ്സുകാർ ആരും
ഈ ചർച്ചയ്ക്കില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ ഇല്ല എന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വയനാട്ടിൽ ഗുരുതരമായ സാഹചര്യമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല ചർച്ചയ്ക്ക്, ആ വിഷയത്തിനാണെങ്കിലും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒഴിവായി. ഞാൻ ഈ വിഷയത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വസീഫ് പോവുകയാണ്. അപ്പോൾ വസീഫിനെ ചോദിച്ചു ഇത് എവിടെ പോവുകയാണ്, എവിടെ നിന്ന് ലൈവിൽ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ഐസക് ജോർജിൻ്റെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞു, പത്തനാപുരത്തേക്ക്. ഞാൻ പറഞ്ഞത് ഈ കാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ വേദനയോടെ ഐസക് ജോർജിനെ ഓർക്കുന്നത് കൊണ്ടുകൂടിയാണ് വസീഫ് അത് ഞാനത് പറയാൻ കാര്യം. നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഖാവ് കൂടിയാണ്, ആ വീട്ടിലേക്കാണ് താങ്കൾ ഇന്ന് പോയത്. അതേക്കുറിച്ച് കൂടി ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് പോകാം. അതെ, ഞാൻ ശരത്തിനോട് ഇത് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ സമയത്തും എനിക്ക് ഐസക്കിൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ട്. അതിൻ്റെ സമയം വ്യക്തമായിരുന്നില്ല. നാളെ കുറച്ച് ഒരു ഉച്ചയോട് അടുപ്പിച്ചായിരിക്കും അടക്കം എന്നുള്ള നിലക്ക് രാവിലെ പോകാം എന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ നാളെ 11 മണിക്ക് മുൻപായി തന്നെ അടക്കം നടക്കും എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ പോകുന്നതാണ് നല്ലത് എന്നാലോചിച്ചു. അങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. കാരണം ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല. ഐസക് ജോർജിനെക്കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, നമുക്കറിയാം. കേരളത്തിൽ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങൾ കേരളത്തിലുടനീളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, സമരസംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സംഘടനയാണ് DYFI, യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഒരു ക്യാമ്പയിൻ തന്നെയുണ്ട്, മരണശേഷം അവയവങ്ങൾ പറ്റാവുന്നവർക്കെല്ലാം ദാനം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്, നൽകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള എഗ്രിമെൻ്റ്, അതായത് സമ്മതപത്രം രേഖപ്പെടുത്തി വെക്കണമെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അതിൻ്റെ ഫോറം സമ്മതപത്രം ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഐസക് ജോർജ് മരണപ്പെട്ടു, ആക്സിഡൻ്റ് ആയിരുന്നു. മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ 6 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. 6 പേർക്ക്. കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. ഇന്നലെ DYFIയുടെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം നേരത്തെ. അങ്ങനെ പത്തനാപുരത്ത് ഈ കൊട്ടാരക്കരയിൽ ഇവിടെ ഐസക് ജോർജിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ പൊതുജീവിതത്തിൽ, ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. അതെ, വസീഫ് അത് തീർച്ചയായിട്ടും ഇവിടേക്കൊരു സംസ്ഥാന നേതൃത്വം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വരേണ്ടത്, ഞങ്ങൾക്ക് 30,000-ഓളം യൂണിറ്റ് ഉണ്ട്. അതിലെ ഒരു യൂണിറ്റിലെ ഭാരവാഹിയാണ്. പക്ഷെ അദ്ദേഹം കാണിച്ചൊരു മാതൃകയുണ്ട്. അത് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ്. താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, മരണപ്പെട്ടാലും എന്നാൽ കഴിയുന്ന തരത്തിൽ മറ്റു പലർക്കും സന്തോഷമുണ്ടാക്കുന്ന അനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ്. അവർക്ക് സന്തോഷമുണ്ടാകട്ടെ എന്ന് കരുതി തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും അതിനുവേണ്ടി ഒരു കരുതലാകുന്ന, മാനവികതയുടെ വലിയ പ്രകാശമാകുന്ന ഒരു ജീവിതമാണ് കാണിച്ചത്. ആ മനുഷ്യന്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് നമ്മൾ ഇവിടെ എത്തിച്ചത്. സമയത്താണ് ഇങ്ങനെയുള്ള ഈ ചർച്ചകൾ പ്രയാസത്തോടു കൂടി പങ്കെടുക്കുന്നത്. പത്മജയൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുന്ന ഒരു കാലത്ത് ഇതും പൊതുപ്രവർത്തകരാണ്, ഈ പറഞ്ഞ് പറ്റിക്കുന്നതും പൊതുപ്രവർത്തകരാണ്. ഇങ്ങനെയും പൊതുപ്രവർത്തനം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ സനോജിൻ്റെയും വസീഫിൻ്റെയും FB പോസ്റ്റ് കണ്ടപ്പോഴാണ് ഈ പറഞ്ഞ സുഹൃത്ത്, മരണപ്പെട്ടുപോയ സുഹൃത്ത് DYFI പ്രവർത്തകനായിരുന്നു എന്നും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഈ പറഞ്ഞ പൊതിച്ചോറ് വിതരണത്തിലൊക്കെ ഐസക് ജോർജ് വളരെയധികം സജീവമായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളും മനസ്സിലാക്കിയത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം എയർ ആംബുലൻസിൽ ഐസക് ജോർജിൻ്റെ ഹൃദയവും വഹിച്ചുകൊണ്ട് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് പോകുന്നു. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഇടവരുത്തുന്നു. ഇതാണ് അതിലെ ഞാൻ പറഞ്ഞത്. ഒരു ഭാഗത്ത് ഇങ്ങനെ ചതിയും വഞ്ചനയും കുടിപ്പകയും മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനം അത് നടക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഇങ്ങനെയുമൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കൂടിയാണ് പത്മജയുടെയൊക്കെ ഒരു സങ്കടമുള്ളപ്പോഴും ആ സങ്കടമൊക്കെ മാറും. മാറി ആളുകൾ നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളെ ചതിച്ചവർക്ക് തിരുത്തേണ്ടതായി വരും എന്നുള്ളത് നിശ്ചയമായും ഈ നാട്ടിൽ നടക്കും എന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഒരു വിവരം അല്ലെങ്കിൽ ഈ ഒരു ഷെയറിംഗ് ഇതിനകത്ത് നടത്തിയത്. ഞാൻ പ്രിയപ്പെട്ട T. സിദ്ദിഖ് MLA യോടാണ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രിയങ്ക ഗാന്ധി ആ വീട്ടിൽ പോയി കൊടുത്ത ഉറപ്പിനെക്കുറിച്ചാണിപ്പോൾ ശ്രീമതി പത്മജ സംസാരിച്ചത്. എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കുന്നു, ഒരാശങ്കയും വേണ്ട എന്ന് പ്രിയങ്ക കൊടുത്ത ഒരു ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി T. സിദ്ദിഖും ആ കുടുംബവും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടത്. ആ കരാറിൻ്റെ കോപ്പി പോലും നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ല. നിങ്ങളത് തന്ത്രപരമായി കയ്യിൽ വെച്ചു. ഒരു ഫോട്ടോ പോലും അവരെടുത്തു വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ആ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അടിയന്തരമായി ആ വാക്ക് പാലിക്കാൻ തയ്യാറാകണം. ആ മനുഷ്യൻ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകളാകെ ഏറ്റെടുക്കാൻ ആ കുടുംബം പറയുന്നില്ല. അവരുടെ ആ കിടപ്പാടം, പണയപ്പെട്ടു പോയ കിടപ്പാടം തിരിച്ചു കൊടുക്കാമെന്ന നിങ്ങളുടെ ഉറപ്പ്, ആ ഉറപ്പ് പാലിക്കാൻ, ആ കരാർ പ്രകാരം പ്രവർത്തിക്കാൻ നിങ്ങൾ സന്നദ്ധമാകണം. അത് ഈ നാട്ടുകാർ മനസ്സിലാക്കി കഴിഞ്ഞു.
അതിന് നിങ്ങൾ സന്നദ്ധനാകണം. സിദ്ദീഖിന് വലിയ ഉത്തരവാദിത്വം അതിലുണ്ട് എന്ന് തന്നെയല്ലേ ശ്രീ എം ജയചന്ദ്രൻ നമ്മൾ ഈ ചർച്ചയിൽ പരസ്യമായി അവരോട് പറയേണ്ടത്? അവരത് പാലിക്കണ്ടേ? ഇനിയും ഇങ്ങനെ പറ്റിക്കാമോ? അതെ ശരത്ത്, ഇത് ഈ പത്മജ എന്ന ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വലിയ വിക്ഷോഭത്തോടെയാണ് കേട്ടിരുന്നത് കേട്ടോ. കേൾക്കുന്ന ആർക്കും ആരെയും ഞെട്ടിപ്പിക്കുന്ന ഈ വെറും വാച്യാർത്ഥത്തിലല്ല, ആന്തരികമായി തന്നെ നമ്മൾ ഭയങ്കരമായ വിക്ഷോഭം ഉണ്ടാക്കുന്ന വാക്കുകളാണ് ആ സഹോദരി പറഞ്ഞ് കേട്ടത്. ഞെട്ടിപ്പോയി. ഇത്രയും നെറുകേട് നമ്മൾ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എങ്ങനെ കാണിക്കാൻ കഴിയുന്നു? പിന്നെ അവരുടെ ഒരു സാധാരണ പ്രവർത്തകനല്ല, സാധാരണ നേതാവുമല്ല, ജില്ലാ ട്രഷററായിരുന്ന NM വിജയൻ എന്ന മനുഷ്യൻ, അദ്ദേഹത്തെ പറ്റി എല്ലാവരും നല്ലതേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. മോശപ്പെട്ട ഒരു വാക്കും ആ മനുഷ്യനെ പറ്റി മരിച്ചതിന് ശേഷം ഒരാൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇവർ ഈ പിന്നീട് വന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം കള്ള പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കത്തുകളൊക്കെ കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞ കക്ഷികൾക്ക് പോലും ഈ NM വിജയനെ പറ്റി മോശപ്പെട്ട ഒരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, പിന്നെ ഈ മറ്റൊരു മകനെയും കൂടി മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നല്ലോ ആ വയോധികൻ ചെയ്തത്, ആ നേതാവ് ചെയ്തത്. ആ മനുഷ്യനോട്, ആ കുടുംബത്തിനോട് ഈ പാർട്ടിക്കൊരു കടപ്പാടും ഇല്ലെങ്കിൽ ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നതാണ് നല്ലത്. ഒരു സംശയമില്ല, ഞാൻ പറയും കേട്ടോ. ഈ സിദ്ദീഖ് ആണെങ്കിലും IC ബാലകൃഷ്ണൻ ആണെങ്കിലും ഈ പിന്നെ ഈ സണ്ണി ജോസഫ് MLA ആണെങ്കിലും K സുധാകരൻ ഉണ്ടല്ലോ, പഴയ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനമായ കേരളത്തിൻ്റെ മണ്ണിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ കൊണ്ടു നടക്കുന്ന പാർട്ടിക്കും അത്യന്തം ലജ്ജാകരമായ അനുഭവങ്ങളെ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അത്ര മോശപ്പെട്ട നെറുകെട്ട പണിയാണ് നിങ്ങൾ ആ കുടുംബത്തോട് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ലാതെ നിങ്ങൾ കാണിച്ച നെറുകേടിനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ ന്യായീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ശരത്ത് വിളിച്ചിട്ട് ഈ ചർച്ചയിൽ ഒരുത്തരം വരാത്തത്, അല്ലേ? സിദ്ദീഖൊക്കെ എന്ത് MLA ആണെന്നാണ് പറയുന്നത്? എന്ത് മര്യാദയാണ് സിദ്ദീഖ് നിങ്ങൾ പറയുന്നത്? IC ബാലകൃഷ്ണൻ എന്ത് നേതാവാണ് നിങ്ങൾ? എന്ത് MLA ആണ് നിങ്ങൾ? നിങ്ങളുടെ നേതാവല്ലേ മരിച്ച NM വിജയൻ? അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് നിങ്ങൾക്കൊരു ബാധ്യതയില്ലെങ്കിലും നിങ്ങൾ പച്ചയ്ക്ക് പറയണം. വസീഫെ, എനിക്ക് ഈ ചർച്ചയിലൂടെ ശരത്തെ ഞാൻ ഗോവിന്ദമാഷ് അടക്കമുള്ള CPM നേതാക്കളോട്, ഇൻക്ലൂഡിങ് നമ്മുടെ അത്യന്തം ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് അടക്കം പറയുകയാണ്, ഇങ്ങനെ ഒരു കുടുംബത്തിനെ തെരുവിൽ വലിച്ചഴക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്ക് മറുപടി കൊടുക്കേണ്ടത് ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട ഗോവിന്ദമാഷെ, പ്രിയപ്പെട്ട CPM സംസ്ഥാന നേതൃത്വത്തോട് ആകെ ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു അപേക്ഷയായിട്ട് തന്നെ പറയുകയാണ്. ഈ കുടുംബത്തെ ചേർത്ത് നിർത്തണം. അവർക്ക് വന്നിട്ടുള്ള ഈ സാമ്പത്തികമായ തിരിച്ചടിയിൽ നിന്ന്, അഗാധമായ കടക്കണിയിൽ നിന്ന് ആ കുടുംബത്തെ കരകയറ്റി കൊണ്ടുവരണം. അത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കാനായിട്ട് CPM തയ്യാറാവണം എന്നൊരു അപേക്ഷ തന്നെ ഞാൻ ഈ ചർച്ചയിലൂടെ മുമ്പോട്ട് വെക്കുകയാണ് ശരത്തെ. അത്രയ്ക്കൊണ്ട് ഇത് കേട്ടിട്ട് നമുക്കുണ്ടാകുന്നൊരു വിക്ഷോഭം കേരളം അത് ഏറ്റെടുക്കും. ഒരു സംശയവുമില്ലാതെ പാർട്ടിയുടെ ആഹ്വാനം വന്നാൽ ഇവരുടെ മുഴുവൻ കടകൾ തീർക്കാൻ തയ്യാറായ കേരളം ഉണ്ടെന്നേ. ഇത്രയും വൃത്തികെട്ട നാണം കെട്ട കോൺഗ്രസ് നേതൃത്വമാണ് ഈ കാണിക്കുന്നത്. ഒരു നാണമുണ്ടെങ്കിൽ അവർ ഈ സഹോദരിക്ക് ഇങ്ങനെ കൈരളി ചാനലിൽ വന്ന് പറയാൻ ഒരവസരം ഒരു കാരണവശാലും ഉണ്ടാക്കില്ലായിരുന്നു. അതുമാത്രമോ, ഈ പ്രശ്നം ചർച്ച ചെയ്യാനാണെന്ന് പറഞ്ഞ് ശരത്ത് വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ആ പ്രശ്നം ചർച്ച ചെയ്യാനാണ് ഞങ്ങളില്ല. അപ്പം മനസ്സിലായി, തങ്ങൾ കോട്ട് ഇൻ റെഡ് ഹാൻഡ് നമ്മൾ പറയല്ലോ ഇംഗ്ലീഷിൽ, കയ്യോടെ പിടിക്കപ്പെടുകയാണ്. കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ അതിന് ഒളിച്ചോടുകയും കൂടെ ചെയ്യുകയാണ്. നാണമുണ്ടോ കോൺഗ്രസ്സുകാരാ? ഇത് കേൾക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിൽ ഓരോ കോൺഗ്രസ്സുകാരനോടും ഓരോ നേതാവിനോടും ഞാൻ ചോദിക്കുകയാണ്, നാണം എന്ന് പറഞ്ഞ വികാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് നിങ്ങളുടെ പാർട്ടിയോട് പറയണം, നേതാക്കന്മാരോട് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ കേരള സംസ്ഥാനത്ത് എവിടെ നടന്നാലും എനിക്ക് ആവുന്നത്ര ഉച്ചത്തിൽ ഞാൻ എല്ലായിടത്തും വിളിച്ചു പറയും. എല്ലായിടവും ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഈ കുടുംബത്തിനെ ഇങ്ങനെ തകർത്ത. ഞാൻ പത്മജയിലേക്ക് വരുന്നതിന് മുമ്പ് വസീഫ്, ഇതിൽ പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയം നോക്കൂ. ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയൊക്കെ പേരും പറഞ്ഞ് ചേരി തിരിഞ്ഞ് നിന്ന് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്, തമ്മിൽ തല്ലുകയാണ്. ഇതുപോലുള്ള വിഷയങ്ങൾ തീർക്കാൻ ഇടപെടാൻ കഴിയേണ്ട ഒരു നേതൃത്വം, അത് നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പോലെ എന്തൊരു നേതൃത്വമാണിത്?
പ്രിയങ്ക ഗാന്ധി വന്നു കൊടുത്തൊരു ഉറപ്പിനെ കൂടിയല്ലേ ആ ലീഡറെ പിൻപറ്റി നടക്കുന്ന ഇവരൊക്കെയും അവരെ കൂടിയല്ലേ വഞ്ചിക്കുന്നത്? അവർ കൊടുത്തൊരു ഉറപ്പിനെ കൂടിയല്ലേ ഇങ്ങനെ ഇത്രമേൽ വഞ്ചിക്കുന്നത്? രാജ്യത്തെ കോൺഗ്രസിന് തന്നെ അപമാനമല്ലേ ഈ കേരളത്തിലെ കോൺഗ്രസ്? യഥാർത്ഥത്തിൽ അതല്ലേ സാഹചര്യം? കോൺഗ്രസിൻ്റെ ഒരു DCC ട്രഷറർ തൻ്റെ മകനെ കൂട്ടി ഇനി ജീവിക്കാൻ പറ്റില്ല ഈ കടബാധ്യത കൊണ്ട്, കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയ ബാധ്യത കൊണ്ട് എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് പോയിട്ട് എഴുതി വെച്ച കത്തിനടിസ്ഥാനപ്പെടുത്തി പിന്നീടെങ്കിലും ഒരു ബോധം വന്നല്ലോ ഇവർക്ക്. എന്നിട്ട് അവരത് പറഞ്ഞല്ലോ, പ്രഖ്യാപിച്ചല്ലോ. അവർ കൊടുക്കുമെന്ന് ഏറ്റില്ലേ? ഞങ്ങൾ ഏറ്റു എന്ന് പൊതുജനങ്ങളുടെ മുൻപാകെ പറഞ്ഞവരായി ഇവർ. അങ്ങനെ പറഞ്ഞ ആ വാക്കിന്, കൊടുത്ത ഉറപ്പിന് അല്പമെങ്കിലും വില കൊടുക്കണ്ടേ? എന്നിട്ടും ഇവർ ഈ പലരും MLA കാറിലും MP കാറിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ ജനങ്ങളുടെ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞ്? എങ്ങനെ സാധിക്കുന്നു? എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാർ, കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക? ഓക്കെ, നിങ്ങൾ തിരുത്തണം ഈ നേതൃത്വത്തെ, ഈ ഗൂഢസംഘത്തെ. നേരത്തെ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് വേണ്ടി പല ഭാഗത്തും സെറ്റിൽമെൻറ്റ് നടത്താൻ വലിയ ഇടപെടലുകൾ നടത്തുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പലതും ചെയ്യുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകളെ തെറി വിളിക്കാൻ വേണ്ടി കോടികൾ ചിലവഴിക്കുന്നു ഇവർ ഇല്ലേ? അത് ഇവർ തന്നെ പറയല്ലേ? കോടികൾ ചിലവഴിച്ച് ഷാഫിയും രാഹുലും പറയുന്ന ഈ ടീമുകളെല്ലാം തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെയെല്ലാം തോന്നിവാസങ്ങൾ വിളിച്ചു പറയാൻ, അസഭ്യം പറയാൻ, അവരെയൊക്കെ ഇല്ലാതെയാക്കാൻ, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ പണം ചെലവഴിക്കുക. അതിൻ്റെ ഒരു അല്പം പോരെ? ശരി, ആ NM വിജയൻ്റെ കുടുംബത്തെ നിങ്ങൾ സഹായിച്ചാൽ അതിനേക്കാൾ വലിയ ഗുണം, അതിനേക്കാൾ വലിയ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവില്ലേ? നിങ്ങളുടെ കൊടി പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കടമെടുത്ത് ഈ ബാധ്യത തീർത്ത ആളാണ് ഈ കോൺഗ്രസ് നേതാവ്. നിങ്ങൾ ചെയ്ത തെറ്റിന് ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങാൻ പാടില്ലാത്തതാണ്. എന്നിട്ടും പണം വാങ്ങി. ആ പണം വാങ്ങിയത് ജോലി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് വിജയേട്ടൻ ഈ പണം കൊടുക്കുന്നത്, അല്ലേ? അതവർക്ക് ബോധ്യപ്പെട്ട് അവർ എഗ്രിമെന്റ് ഉണ്ടാക്കി. അവസാനം ആ പണവും ഇവർ മുക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീടിന് വേണ്ടി പിരിച്ച പണം ഒക്കെ മുക്കിയതുപോലെ തന്നെ ഈ പണവും ഇവർ മുക്കിയോ? ഇവർ കണ്ടെത്തിയ പണം, കാരണം എന്തായാലും കണ്ടെത്തി കാണും. വലിയ സെൻസേഷനായ വിഷയമായിരുന്നല്ലോ. കേരളത്തിലാകെയുള്ള അത് നമുക്കൊന്ന് പത്മജയോട് ചോദിക്കാം. പണം കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ചോദിക്കാം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പോയി. അതെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പത്മജ, ഈ കരാർ വന്നതിന് ശേഷം ഒരു വർഷമായില്ലേ? അതെ, പത്മജ പറഞ്ഞ പോലെ ജൂലൈ കഴിയുമ്പോഴത്തേക്ക് കരാറിൻ്റെ കാലാവധി കഴിഞ്ഞ് ഇത്ര മാസത്തിനുള്ളിൽ തീർക്കാമെന്നായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അതിനുശേഷം ഈ കരാറിന് ശേഷം പണം സമാഹരിക്കാനുള്ള നീക്കങ്ങൾ എന്തെങ്കിലും നടന്നിരുന്നോ? അങ്ങനെ എന്തെങ്കിലും അറിവ് നിങ്ങൾക്കുണ്ടോ? ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ ഇവർ ഒരുപാട് പേരെടുത്തുനിന്ന് പണം മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ വീട്ടിലേക്കാണ് ഓരോരുത്തരും ഓരോ ബാങ്ക് നിയമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടു തന്നിരുന്നത്. കാരണം അതിനാണ് അച്ഛൻ ഒപ്പിട്ട് കൊടുത്തിരുന്നത്. അച്ഛന്റെ ചെക്കാണ് കൊടുത്തതും. ഒരുപാട് പേര് ഇവിടെ വരികയും പൈസ തരുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ പറയുന്ന പ്രതികൾ അവര് പിന്നീട് വന്നിട്ട് ആ പണം മേടിച്ചിട്ട് പോകുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നപ്പോഴൊക്കെ ഇത് വലിയൊരു നിയമന കോഴയാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. മനസ്സിലായി. ഞാൻ ചോദിച്ചത്, ഈ കരാറ് വെച്ച് സിദ്ദീഖും നിങ്ങളും തമ്മിൽ കരാറ് വെച്ച് ഈ ബാധ്യത തീർക്കാം, പണയപ്പെട്ട വീട് തിരിച്ചെടുത്ത് തരാം എന്ന് പറഞ്ഞ് കരാറ് വെച്ചല്ലോ. ഈ കരാറിന് ശേഷം ആ കരാർ നടപ്പാക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ സിദ്ദീഖിൻ്റെയും വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയൊക്കെ കോൺഗ്രസ് ലീഡർഷിപ്പ് പണം സമാഹരിക്കുന്നതായ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ? നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീടൊക്കെ സംസാരിക്കുമ്പോൾ? അവര് പറഞ്ഞത് KPCC ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് KPCC ഫണ്ടില്ല, ഫണ്ടാവണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരി. അതിനെന്തെങ്കിലും പരിശ്രമം പിന്നീടുള്ള മാസങ്ങളിൽ നടത്തിയതായിട്ടും അറിവില്ല, ഈ കരാർ ഒപ്പിട്ടതല്ലാതെ, അല്ലേ? ഇല്ല, അവര് പറയുന്നത് ഫണ്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ അന്നപ്പോഴും പറയുന്നുണ്ട്, ഇന്ന് കിട്ടേണ്ട പൈസ, കാരണം ഡെയിലി പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും. അപ്പം ഇന്ന് അടയ്ക്കേണ്ടത് നാളെ അടയ്ക്കുമ്പോൾ പിന്നെയും ഞങ്ങൾക്ക് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പറയുന്നത് KPCC ഫണ്ടില്ല, ഫണ്ടാവണം തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് സിദ്ദീഖാണോ അത് പറഞ്ഞിരുന്നത്?
സിദ്ദിഖാണോ അത് അതെ അതെ, സിദ്ദീഖുമായിട്ട് മാത്രമാണ് നമുക്ക് പിന്നെ കോണ്ടാക്ട് ഉണ്ടായിരുന്നത്. കാരണം അനിൽകുമാറും സിദ്ദീഖുമാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്, അവരോട് സംസാരിച്ചാൽ മതി എന്നാണ് ഉപസമിതി നമ്മളോട് പറഞ്ഞത്. അതായത് അതിനുശേഷം വണ്ടൂർ എം എൽ എ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള എ പി അനിൽകുമാർ അല്ലേ? എ പി അനിൽകുമാർ. അതെ അതെ, അത് ആ ഒരു ഇതും വരുന്നത് എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് ഉണ്ടായിരുന്ന ഒരു DCCയുടെ കെട്ടിടോദ്ഘാടനത്തിനായിരുന്നു വീണ്ടും ഇത് പ്രശ്നമായി മാറിയത്. കാരണം ഞങ്ങൾ വിളിക്കുമ്പോൾ ഇവരാരും ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ഇവരെ കാണാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു, ഓ DCCയുടെ കെട്ടിടോദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. അന്ന് കോഴിക്കോട് വെച്ചിട്ടാണ് വണ്ടൂര് MLA യും സിദ്ദീഖും കൂടെ നമ്മളടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ചെയ്യരുത്, കാരണം മീഡിയയുടെ മുന്നിൽ പോയിട്ട്, കാരണം അന്ന് ഞങ്ങൾ മീഡിയയുടെ മുന്നിൽ പോയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെയുള്ള മീഡിയക്കാർ ഞങ്ങളടുത്ത് ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല, അപ്പൊ നേരിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അത്രേ മീഡിയക്കാരടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ നേതാക്കന്മാരെയോ പാർട്ടിയോ മോശക്കാരാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അന്നും അവർ ഞങ്ങളടുത്ത് പറഞ്ഞു ഇത് ചെയ്തു തരാം, ഇന്ന കാര്യങ്ങളെ ചെയ്തു തരാൻ പറ്റുള്ളൂ, ആ കാര്യങ്ങളെ ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ടും ഇല്ലാതെ 2 മാസം പിന്നെയും കഴിഞ്ഞപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി ശരിക്കും നമ്മളെ വിളിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോയി സംസാരിക്കാം, ഈ മീഡിയ ഇടപെട്ടതിന് ശേഷം അവർ പറഞ്ഞു പ്രിയങ്കേനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ ഓഫീസിന്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ഞങ്ങൾ ഒരു സൈഡിൽ മാറ്റി നിർത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് പോകുന്നത് കണ്ട സമയത്ത് മീഡിയക്കാർ മൊത്തം അവര് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് നിങ്ങൾ ഈ കരാർ പ്രകാരം പ്രിയങ്ക ഗാന്ധി തന്നെ ഉറപ്പ് പാലിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് വീണ്ടും പരാതി പറയാൻ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തക്ക വിധം അവിടെ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അല്ലേ ഈ നേതാക്കൾ? ഈ ഒരു ഡ്രാമ ഉണ്ട് അതിനകത്ത്. കാരണം അന്നും പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നത് IC ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നെങ്കിൽ ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളും ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, കുറെ അനുഭവിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരല്ലേ, കുറെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ഒരു ശല്യമില്ലാതെ അങ്ങ് തീരുന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. അതാണ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളെ. ഇതിപ്പോ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്? എനിക്കിവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പം അതുകൊണ്ട് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നു അല്ലേ? അതിൽ നിന്നൊന്നും ഈ കടം വീട്ടാൻ ഒന്നും ചെയ്യാനും കഴിയില്ല. ഒരിക്കലും പറ്റില്ല എന്ന് മാത്രമല്ല അറിയാലോ. ഈ ഈ കോഴിക്കോട് വെച്ച് കാണുമ്പോൾ ഇങ്ങനെ നിങ്ങൾ മാധ്യമങ്ങളോടൊന്നും പറയരുത് എന്ന് പറഞ്ഞതല്ലാതെ ഈ പണം തരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം അവർ നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞോ? എ പി അനിൽകുമാറോ അല്ലെങ്കിൽ ടി സിദ്ദിഖോ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അത് അന്നാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ അവർ തരുന്നത്. 20 ലക്ഷം രൂപയാണ് അവർ തന്നത്. അന്ന് ഒന്ന് പ്രശ്നമായ സമയത്തേക്ക് അവർ 10 ലക്ഷം രൂപ തന്നു. പിന്നെയും അവർ ഞങ്ങളെ, പക്ഷെ ഈ 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾക്കത് കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ ഒരു പ്രശ്നത്തിന്റെ 100% പോലും അതാവില്ല. പിന്നെ ഒന്ന് സാർ ആലോചിച്ച് നോക്കണം, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഔദാര്യമല്ല അവർ തരുന്നത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട സാധനമാണിത്. ഞങ്ങളുടെ അച്ഛനായിട്ടുണ്ടാക്കിയ പിതൃക്കളായിട്ടുണ്ടാക്കിയ സ്വത്താണത്. അതല്ലാതെ അച്ഛൻ പോലും മേടിച്ച കാര്യങ്ങളൊന്നുമല്ല. ഈ അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ അച്ഛനായിട്ട് അച്ഛന് കൊടുത്ത സാധനങ്ങളാണ്. അതൊന്നും പണയപ്പെടുത്തിയതൊന്നും കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, പാർട്ടിക്ക് വേണ്ടി. ഇതിനിടയിൽ പത്മജ ഒരു കാര്യം കൂടി, നേരത്തെ പത്മജ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഇങ്ങനെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിച്ചു, ആ പണം അച്ഛൻ്റെ ഒപ്പിട്ട് ചെക്ക് കൊടുത്ത് പണം വാങ്ങിച്ചു വീട്ടിൽ വെക്കുന്നു. ഇത് പക്ഷേ വീട്ടിൽ നിന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു പ്രതികളായവരും മറ്റും കൊണ്ടുപോകുന്നത് കണ്ടു. അതൊന്ന് വിശദമാക്കാമോ? അതെ, അത് ഇപ്പം ലാസ്റ്റ് സമയങ്ങളിലൊക്കെ ഈ പ്രതികൾ, ഈ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ദിവസം രാവിലെ പെട്ടെന്ന് ഞാൻ കയറി വരുന്ന സമയത്ത് അച്ഛനെ എപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. 18 വർഷം എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ 18 വർഷമായിട്ടും അച്ഛനെ കാണാൻ ഒരുപാട് പേര് വരും, സംസാരിക്കും. രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ. അപ്പം സാധാരണഗതിയിൽ ആരും അച്ഛനോട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നതോ ഒച്ചയിടുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അച്ഛനോ ഒരു സൗമ്യ സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പൊ ആരൊക്കെ വരുന്നു എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അച്ഛൻ മരിക്കുന്നതിന്റെ ഒരു മാസം മുന്നേ വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഭയങ്കരമായിട്ട് ഒച്ചയിൽ സംസാരിച്ചു, അച്ഛനോട് ഭയങ്കര മോശമായിട്ടുള്ള രീതിക്ക് സംസാരിച്ചു. എന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞു, ഇങ്ങനെ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ജോലി കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അവരോടൊക്കെ പൈസ മേടിച്ചിട്ട് ഓൾറെഡി 2 വർഷം കഴിഞ്ഞിരുന്നു.
2 വർഷം കഴിഞ്ഞ് അവരുടെയൊക്കെ നിലവിട്ടപ്പോൾ അവർ വന്നിട്ട് ഇവിടെ വന്നിട്ടായിരുന്നു അച്ഛനായിരുന്നു ഫുൾ മെന്റൽ പ്രഷർ അവരൊക്കെ കൊടുത്തോണ്ടിരുന്നത്. അതെ. പത്മജ, ഞാൻ ചോദിച്ചത് ആ കാലത്ത് ഇവരിൽ നിന്ന് 2 വർഷം മുമ്പൊക്കെ ഇങ്ങനെ പണം വാങ്ങിയിരുന്നല്ലോ. വാങ്ങിയ പണം, വീട്ടിൽ വെച്ച് വാങ്ങിയ പണം പിന്നീട് കൊണ്ടുപോയത് ആരൊക്കെയാണ്? നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതും അറിവുള്ളതും എന്താണ്? അതിപ്പോൾ ഇങ്ങനൊരു സംഭവമാണെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. കേട്ടില്ല. അതെ, ഐ.സി. ബാലകൃഷ്ണൻ വന്ന് മേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഐ.സി. ബാലകൃഷ്ണൻ തന്നെ നേരിട്ട് വീട്ടിൽ വന്ന് പണം കൊണ്ടുപോകുക. അതെ, ഐ.സി. ബാലകൃഷ്ണൻ വരാറുണ്ടായിരുന്നു ഇവിടെ. കാരണം നമ്മളുടെ നല്ലൊരു കുടുംബ സുഹൃത്തും കൂടിയായിരുന്നു ആള്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ എന്താ കാര്യം? എപ്പോഴും വരുന്ന ഒരാളല്ലേ, പക്ഷേ ഇത് ശ്രദ്ധിക്കാൻ എന്താ കാര്യം? തിരികെ പോകുന്ന സമയത്ത് ഈ പൊതിയോ കെട്ടോ കയ്യിൽ കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയാണത് മനസ്സിലായത്? അതെ, ഒരു പ്രാവശ്യം ഹസ്ബൻഡാണ് നോക്കുന്ന സമയത്ത് വലിയൊരു പൈസയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് അച്ഛനോട് പറയുകയും ചെയ്തു, വിജയേട്ടനെ എടുത്തിട്ട് ബാക്കി തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, വേണ്ട മോനെ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആള് കൊണ്ടുപോയി അത്. അത് ശരി. അതായത് പൂർണ്ണമായി ഒരു കെട്ടോടെ കൊണ്ടുപോയി അല്ലേ? അതെ. അത് എത്ര എമൗണ്ട് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അത് ഞങ്ങൾ കണ്ടതാണ്. ഇനിയിപ്പം എന്തിനാ നമ്മളിത് പറയാതിരിക്കുന്നത്? അവരെന്തായാലും ഞങ്ങളെ, കാരണം ഇപ്പം തന്നെ അവര് ബത്തേരി നമ്മളെ താമസിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും. ഇപ്പൊ ഞാൻ ഇതിൽ സംസാരിക്കുന്നത് എന്റെ നിവൃത്തികേടാണ്, അല്ലാതെ ഞാൻ ഭയങ്കര ഓവർ സ്മാർട്ട് ആയതുകൊണ്ട് ഒന്നുമല്ല. എനിക്കും എന്റെ ഭർത്താവിനും എന്റെ 3 മക്കൾക്കും ഞാൻ മാത്രമേ സംസാരിക്കാനുള്ളൂ. ഞങ്ങളുടെ കാര്യം പറയാൻ ഞങ്ങൾക്ക് ഒരു ആളും ഹെൽപ്പിനില്ലാത്ത അവസ്ഥയാണ്. ആൾക്കിപ്പം ഒട്ടും വയ്യ, സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ സംസാരിക്കുന്നത് പോലും അവൾ അഹങ്കാരിയാണ്, അവള് ഭയങ്കര ഓവർ സ്മാർട്ട് എന്നുള്ള രീതിക്കാണ് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നു? കാരണം ഇതൊന്നും ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ചാനൽ ചർച്ച നമ്മൾ ഇഷ്ടത്തോടെ ആയിരിക്കില്ല വന്നിരിക്കേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, അന്ന് ഇവര് വന്ന് വേറെ പാർട്ടിയിലുള്ള, വേറെ ഇപ്പം എം വി ഗോവിന്ദ സാർ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, വന്നിട്ട് വിജയന്റെ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞ സമയത്ത് ഇവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒരു പാർട്ടിയുടെ ഔദാര്യവും വിജയന്റെ കുടുംബത്തിന് വേണ്ട, വിജയന്റെ കുടുംബത്തിനോടൊപ്പം കോൺഗ്രസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓർത്ത് വെക്കുന്നത്. അപ്പം പോലും നമ്മൾ വേറെ ഒരു പാർട്ടിയും നമ്മളോട് ഇങ്ങനെ എന്താണ്, എല്ലാവർക്കും നമ്മളോട് ഒരു സഹതാപം ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ പത്മജ നോക്കൂ, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആകെ ഇരുട്ടിലാകുന്നു. ഓരോ ദിവസവും ഈ കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട്, ഓരോ ദിവസവും ആ കടയുള്ളതുകൊണ്ട് കടന്നു പോകുന്നു. ഒരു കടവും അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല. കേട്ടാൽ ഞങ്ങൾക്കൊക്കെ അത് മനസ്സിലായി. ഭർത്താവിൻ്റെ സ്ഥിതി, ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കുന്നു. 3 മക്കളുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം നോക്കൂ. അപ്പുറത്ത് ഇതെല്ലാം ചെയ്തിട്ടും ഐ.സി. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ വലിയ നേതാവ് നിങ്ങളുടെ മുമ്പിലൂടെ എങ്ങനെയാണ് ജീവിച്ചും പ്രവർത്തിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൂടി കാണേണ്ടി വരികയാണ് നിങ്ങൾ. അതോ ഞങ്ങൾ ജീവിക്കുന്നത് ബത്തേരി ടൗണിൽ തന്നെയാണ്. എന്റെ ഷോപ്പ് ഇരിക്കുന്നതും ബത്തേരി ടൗണിലാണ്. അതിന്റെ തൊട്ടിപ്പുറത്താണ് എല്ലാ മീറ്റിങ്ങുകളും പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്ന വേദി. അവിടെ ഇരുന്നിട്ടും ഞങ്ങളെ പറ്റിയിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കേട്ടിട്ട് നമ്മൾക്ക് ഇവരുടെ മുന്നിൽ കൂടെ ജീവിക്കേണ്ടി വരുന്ന, ഇപ്പോഴും ഇന്നും കൂടെ, ഇപ്പൊ ഇത്രയും പ്രശ്നമായ സമയത്ത് ടൗണിൽ നിന്ന് ഞാൻ കേട്ട ഒരു വർത്തമാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പൈസ ഇവർക്ക് കോൺഗ്രസ്സുകാർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് കയ്യിൽ വെച്ചോണ്ടാണ് അവരിത് സംസാരിക്കുന്നത്. കണക്ക് കാണിച്ചൂടെ? ആ കണക്ക് ഞാൻ പറഞ്ഞു, അത് ബത്തേരി പ്രവാസി ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അച്ഛൻ വിളിച്ചെടുത്തൊരു ചിട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അവിടുത്തെ സ്റ്റാഫ് എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോടത്ത് ലാസ്റ്റ് സമയത്ത് ചോദിച്ചു, അച്ഛൻ ഈ ചിട്ടിയിൽ കൂടുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ആ ബാങ്ക് പോലും ഇതുവരെ കണ്ടിട്ടില്ല ബത്തേരി. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിനകത്ത് നോമിനിയാണോ? അല്ല, നിങ്ങൾ നോമിനി അല്ല. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? അന്നപ്പോഴേക്കും ഒരു കോൺഗ്രസ്സുകാരൻ അവിടുന്ന് ഫോൺ മേടിച്ചിട്ട് കോൺഗ്രസിന്റെ ഇന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ ആളെ ഓർക്കുന്നില്ല. ഞാൻ കോൺഗ്രസിന്റെ ഇന്ന ആളാണ്, DCC നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തന്നു എന്നാണല്ലോ കേട്ടത്, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് അടച്ചുകൂടാന്ന് അയാൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, DCC തീർത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈ DCC പബ്ലിക്കിന്റെ മുന്നിൽ പറയട്ടെ. അതെ, അത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. വളരെ ന്യായമായ ആവശ്യം. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു പത്മജ, ഒന്നുകൂടി ചോദിക്കുന്നു. അച്ഛൻ അങ്ങനെ വാങ്ങിച്ചു വെച്ച പണം പല തവണയായി വീട്ടിൽ പലപ്പോഴും വരാറുള്ള, വീട്ടിൽ നിങ്ങളുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള ഐ.സി. ബാലകൃഷ്ണൻ MLA മാത്രമാണോ, തന്നെയാണോ കാറിൽ അവിടെ വന്ന് ഈ പണം പലപ്പോഴായി വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുള്ളത്? ഐ.സി. ബാലകൃഷ്ണൻ ഒന്നാമത് നമ്മൾ ഫുൾ ടൈം വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരല്ല. കാരണം നിങ്ങളുടെ അറിവ് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അതെ, ഐ.സി. ബാലകൃഷ്ണൻ വന്ന് മേടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് കണ്ടതുമാണ്. ആ സമയത്ത് അച്ഛനോട് ചോദിക്കുകയും ചെയ്തു, വിജയേട്ടന് വേണ്ടത് വിജയേട്ടന് എടുത്തോ, എന്നിട്ട് മതി എന്ന് പറഞ്ഞപ്പോ, വേണ്ട മോനെ നീ വെച്ചോ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണ്.
അപ്പം മോൻ അതുകൊണ്ട് അങ്ങ് പോയി. മോൻ ഞങ്ങളെ ജീവിതേ കൊണ്ടുപോയി. ഇപ്പം ശരി. എന്താ പറയണ്ടേ, ഓരോ ദിവസവും ഇനി എന്താണ് എന്ന് ഓർത്തോണ്ടാ ജീവിക്കുന്നത്. ഓക്കെ, ശരി പത്മജ, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെയും ഞെട്ടലോടുകൂടി ഞങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. എത്ര വലിയ ചതിയാണ്, എന്തൊരു തരം പരിപാടികളാണ് ഈ ചെയ്തു കൂട്ടിയത് എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. ഇനിയെങ്കിലും നാട്ടുകാർക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് സിദ്ദിഖ്, എ പി അനിൽകുമാർ, അതുപോലെ സണ്ണി ജോസഫ്, കോൺഗ്രസ് നേതൃത്വം, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് പ്രിയങ്ക തന്നെ കൊടുത്തൊരു ഉറപ്പല്ലേ, അതെങ്കിലും പാലിക്കാൻ, ആ കുടുംബത്തിന് കൊടുത്ത ആ ഉറപ്പ് പാലിക്കാൻ ഇനി ഒരു നിമിഷം വൈകാതെ നിങ്ങളത് ചെയ്യുക. കൂടുതൽ ശത്രുതയോടെ ആ കുടുംബത്തെ കാണാതിരിക്കുക എന്നുള്ളതാണ് മിനിമം നിങ്ങളിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. പത്മജ ആ നിലയിൽ പത്മജയ്ക്കും കുടുംബത്തിനും ഇപ്പോഴുണ്ടായ അവസ്ഥയിൽ നിന്ന് കരകയറാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നാടുണ്ട് എന്ന ഒരു നല്ല തോന്നൽ, ബോധ്യം, അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. താങ്ക് യു പത്മജ. റൈറ്റ്. ഇപ്പോൾ പത്മജ വന്ന് സംസാരിച്ച് കേട്ട മനുഷ്യരൊക്കെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ കാര്യം കഷ്ടമാണല്ലോ. ഞാൻ ഒറ്റ കാര്യം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അത്രമേൽ ഇങ്ങനെ ആളുകളൊക്കെ ഇതേക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയം ആണ് എന്നുള്ളതാണ്. വസീഫ്, ഞാൻ പറഞ്ഞത് ഇത് എന്ത് പറയാനാണ്, മുമ്പ് പറഞ്ഞത് തന്നെ, ഒന്നും അതിൽ കൂട്ടിച്ചേർക്കാനില്ല. പക്ഷേ നോക്കേണ്ടത്, ഇപ്പോൾ തങ്കച്ചൻ്റെ ഞെട്ടിപ്പിക്കുന്ന പരാതി ഒരു ഭാഗത്ത്, മെമ്പർ ജോസിൻ്റെ ആത്മഹത്യ, അത് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. പുൽപ്പള്ളിയിൽ നേരത്തെ രാജേന്ദ്രൻ്റെ ആത്മഹത്യ, മാനന്തവാടിയിൽ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന പി വി ജോണിൻ്റെ ആത്മഹത്യ, എൻ എം വിജയൻ്റെയും മകൻ്റെയും മരണമൊക്കെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. ഇങ്ങനെ ഒരു വയനാട്ടിൽ സംഭവിച്ച കോൺഗ്രസ് പ്രവർത്തകരാണ് ഇങ്ങനെയാണ് ആത്മഹത്യ ചെയ്തു പോകുന്ന ഒരു തുടർ വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണല്ലോ വസീഫെ. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് ഇവരെ പറയുക? എത്ര ഹീനമാണ് കാര്യങ്ങൾ. ഇതിൻ്റെ സംസ്ഥാന നേതൃത്വം അതുപോലെ ദേശീയ നേതൃത്വവും ഒക്കെ ഇടപെട്ട ഒരു വിഷയമാണല്ലോ ഇത്. അവരല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? ക്രിമിനൽ സംഘങ്ങളുടെ കൂടാരം എന്നൊന്നും പറയാൻ പറ്റില്ല ഇവർ. അതിൻ്റെ മുകളിൽ എന്തോ ആണ്. ഇങ്ങനെ പറ്റിക്കലും വെട്ടിക്കലുമായി പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒരു പാർട്ടി എവിടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോവുക? എന്താണ് ഇവർ ഈ സമൂഹത്തിന് മുമ്പിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുക? ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് മറ്റു പലരെക്കുറിച്ചും ആക്ഷേപം ഉന്നയിച്ച് നടക്കുന്ന ഈ വി ഡി സതീശനും ഈ സണ്ണി ജോസഫും സിദ്ദീഖും ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസിൻ്റെ നേതൃത്വമുണ്ടല്ലോ, അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഈ സ്ഥാനത്ത് തുടരാൻ? ഈ പത്മജ പറഞ്ഞ വാക്കുകൾ നോക്കൂ നിങ്ങൾ. 2.5 കോടി രൂപയുടെ ബാധ്യതയിലേക്കാണ് ഇവർ ചെന്നെത്തിയത്. അത് തീർക്കാനുള്ള ഉത്തരവാദിത്വം ഈ കോൺഗ്രസിനില്ലേ? ഈ സമൂഹമാകെ ഇവരെ പിടിച്ചു നിർത്തി ഈ ബാധ്യത തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്ത് തന്നെയായാലും ഈ പറയുന്ന നേതൃത്വത്തോട് എണ്ണി മറുപടി പറയിപ്പിക്കുന്ന തരത്തിലേക്ക് വലിയ പ്രക്ഷോഭത്തിന്, വലിയ പ്രതിഷേധത്തിന് ഈ നാടാകെ ഇറങ്ങി പത്മജയുടെയും ഈ എൻ എം വിജയൻ്റെയും ഒക്കെ കുടുംബത്തോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ തന്നെ ഒരു MLA വീടിന് പുറത്തിറങ്ങുന്നില്ല. ഈ വിവരം, ആ കുടുംബം ഇങ്ങനെ വെളിപ്പെടുത്തിയ വിവരങ്ങളൊക്കെ കേട്ടാൽ എങ്ങനെയാണ്, ഇതിൽ തന്നെ പരാമർശിക്കപ്പെട്ട 3 MLA-മാരുടെ പേരുകളുണ്ട്, ഇവരെങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇവരുടെ നേതാക്കൾ എങ്ങനെ ജനങ്ങളോട്, താങ്കൾ നേരത്തെ വളരെ ക്ഷോഭത്തോടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടതാണ്, നേതാക്കന്മാരായി, നേതൃത്വമാണ് എന്നൊക്കെ ഇവരെയൊക്കെ എങ്ങനെ വിളിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവുകയാണ്. എത്രമാത്രം ജീർണതയിലൂടെയാണ് ആ ഒരു രാഷ്ട്രീയം കടന്നു പോകുന്നത് എന്നുള്ളതാണോ ഇത് ആകെയും ബോധ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്നത്? ശരത്, ഞാനിപ്പോൾ പെട്ടെന്ന് ഞെട്ടലോടെ ഓർത്ത മറ്റൊരു മരണം ഉണ്ടായിരുന്നേ. അത് ആത്മഹത്യയായിരുന്നില്ല, ഹൃദയം പൊട്ടി മരിച്ചതാണ്. ഇത് വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയായിരുന്നെങ്കിൽ KPCCയുടെ ട്രഷറർ 2023-ൽ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന അഡ്വക്കേറ്റ് V പ്രതാപചന്ദ്രൻ ഹൃദയം പൊട്ടിയാണ് മരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറകിൽ വലിയ കഥകളുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തനം കൂടെ അറിയാം, താങ്കൾക്ക് അറിയുമല്ലോ. പ്രസ് ക്ലബിൽ ഞങ്ങളുടെയൊക്കെ അധ്യാപകനായിരുന്നു. കോൺഗ്രസിന്റെ മുഖപത്രത്തിന്റെ പ്രസ് ക്ലബിൽ ഞങ്ങളുടെയൊക്കെ അധ്യാപകനായിരുന്നു, ഞങ്ങളുടെയൊക്കെ ബാച്ചിന്റെ അധ്യാപകനായിരുന്നു. അറിയുമല്ലോ. പ്രസ് ലോ ആയിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. എനിക്കേറെ അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നു പ്രതാപൻ ചേട്ടനെ. അതെ, അല്ല, എനിക്കേറെ അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹവുമായിട്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു കേരളത്തിലെ വലിയ കോൺഗ്രസ് നേതാവായി മുൻപ് വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരു വ്യക്തിക്ക് ഒരു 3 കോടി രൂപ ഇദ്ദേഹം ഒപ്പിട്ട്
ഖജാൻജി ഒപ്പിടണമല്ലോ. അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവ് 3 കോടി രൂപ കൈപ്പറ്റിയ വിവരം എനിക്കറിയാം. KPCCയിലെ ചർച്ച, എക്സിക്യൂട്ടീവിലെ ചർച്ച വന്നതുമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതാ NM വിജയൻ്റെ ആത്മഹത്യ വരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ആ വീട്ടിലേക്ക് എത്തിയിട്ട് ഇതെല്ലാം ഞങ്ങൾ ഏറ്റു എന്ന് പറയുന്നത് നമ്മൾ ചാനലുകൾ വഴി ദൃശ്യങ്ങളായിട്ട് കാണുകയാണ്. എന്നിട്ടിപ്പോൾ ഈ അടുത്ത ഡിസംബർ 6 ആകുമ്പോഴേക്ക് ജൂലൈയിൽ ഒപ്പിട്ട കരാർ പത്രം പോലും കാണാനില്ലാത്ത വിധം അതിഭയങ്കര നാടകം കളിച്ച് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിലയിൽ ചുറ്റിക്കളിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വം വയനാട്ടിലെ പേരെടുത്ത് പറയാം, IC ബാലകൃഷ്ണനും സിദ്ദിഖും, തൊട്ടിപ്പുറത്ത് വണ്ടൂരുള്ള MLA AP അനിൽകുമാർ, അദ്ദേഹം വലിയ ബിഹൈൻഡ് ദ കർട്ടൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നേതാവാണല്ലോ ഇപ്പോൾ. അവരടക്കമുള്ള നേതാക്കൾ ഒക്കെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷി എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കോൺഗ്രസ്സെ, UDF ഓർക്കണം ഇതൊക്കെ. ആ രാഷ്ട്രീയ മനസാക്ഷിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിലും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലും. വെറുതെ വിടില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷി നിങ്ങളെ ഒരു കാരണവശാലും. നിശ്ചയമായും വിടാൻ കഴിയുന്നവരല്ല നിങ്ങൾ. നിശ്ചയമായും ആദ്യം പ്രധാനമന്ത്രിയുടെ മരണം അത് തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രീ അവിടെ ജയചന്ദ്രൻ നിന്ന് രക്ഷപ്പെട്ടു, ഇവിടെ രക്ഷപ്പെടില്ല. റൈറ്റ്. ഇപ്പോൾ ശ്രീ ജയചന്ദ്രനും ശ്രീ വസീഫും പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇക്കാര്യങ്ങളിൽ സമാധാനം പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ് നേതൃത്വം എന്നുള്ളതാണ്. ഈ വിശേഷിച്ച് MLA മാരടക്കം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പത്മജ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. NM വിജയൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിരിച്ച പണം IC ബാലകൃഷ്ണൻ MLA വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു. 1 രൂപ പോലും അതിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടില്ല. വേണ്ട എന്ന് പറഞ്ഞ IC ബാലകൃഷ്ണനാണ് ഈ പണമാകെയും കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ അവർ ഈ നമ്മളോട് സംസാരിച്ചപ്പോൾ വെളിപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായുണ്ടായ ബാധ്യത തീർക്കാൻ തയ്യാറാക്കിയ കരാറിൻ്റെ കോപ്പി പോലും ആ കുടുംബത്തെ കാട്ടിയിട്ടില്ല. ആ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ കൈമലർത്തി കാട്ടുന്നു, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ആക്ഷേപിക്കുന്നു, ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നു. എന്ത് തരം ഏർപ്പാടാണിത് എന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പക്ഷേ ഇത് നാടിന് മനസ്സിലായി കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം അടിയന്തരമായി ആ കരാർ പാലിക്കാൻ തയ്യാറാകണം. അവരെ ശത്രുക്കളായി കാണുന്നതിന് പകരം ആ കുടുംബത്തെ നിലനിൽക്കാൻ കഴിയും വിധമെങ്കിലും അടിയന്തരമായി സഹായിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനിടയിലാണ് മെമ്പർ ജോസിൻ്റെ മരണം, തങ്കച്ചൻ്റെ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നിൽക്കുന്ന, അങ്ങേരെ കുടുക്കി ജയിലിൽ അടയ്ക്കുന്ന കോൺഗ്രസിലെ കുടിപ്പക വയനാട്ടിൽ, അതുപോലെ മുമ്പ് ഇതുപോലെ തന്നെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ആത്മഹത്യകൾ വേറെ നിൽക്കുന്നു. ഇതെല്ലാം നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഇതിൽ പ്രതികളാണ്, പെട്ടിട്ടുണ്ട് എങ്കിൽ നടപടിയെടുക്കുമെന്ന് പതിവ് പോലെ KPCC പ്രസിഡന്റ് പറയുന്നുണ്ട്. ആരെ വിശ്വസിപ്പിക്കാനാണ്? ആര് വിശ്വസിക്കും ഈ പറയുന്നതിൽ എന്നതാണ് പ്രധാന കാര്യം. ഓർത്തു നോക്കുക നേതാക്കൾ, ഈ പറയുന്ന വാക്കിന് എന്തെങ്കിലും വില നാടും ജനവും നൽകുമോ, കൽപ്പിക്കുമോ? സ്വയം ആലോചിച്ച് നോക്കൂ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.